മീനം രാശിക്കാരെ, ചില കണ്ണീർ നിശബ്ദമായി വീഴുമെങ്കിലും അതിനുള്ളിൽ ദർശനം ഒളിഞ്ഞിരിക്കും. ചില രാത്രികൾക്ക് അർത്ഥമില്ലെന്നു തോന്നുമെങ്കിലും അവയിൽ നിങ്ങളുടെ ജന്മകാർമ്മം തന്നെ മറച്ചിരിക്കും. 2025 അവസാന നാളുകൾ നിങ്ങളെ ശൂന്യമാക്കിയിട്ടുണ്ടാകാം. ആരെയും വിശ്വസിക്കാനാവാത്ത അവസ്ഥ, തളർന്ന മനസ്സ്, നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ, തകർന്ന ബന്ധങ്ങൾ. പക്ഷേ 2026 ആ മഴ കഴുകിയെടുത്ത മണ്ണ് പുനരുജ്ജീവിക്കുന്നതുപോലെ നിങ്ങളുടെ ജീവിതവും പുനർജനിക്കുന്നു. ഒരു ദീർഘകാലം നിങ്ങൾക്ക് തോന്നിയിരിക്കും, എന്തിനാണ് ഈ വേദനയെല്ലാം എന്റേതായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന്. എത്ര ശ്രമിച്ചാലും അവസരം വഴുതി പോകും, അറ്റത്തോട്ടേക്ക് നീങ്ങുന്ന പ്രതീക്ഷകൾ പോലെ. പക്ഷേ ഈ വർഷം ആഗ്രഹിക്കാൻ പോലും ധൈര്യം കിട്ടാത്ത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്ന ഒരു സമയമാണ്. ഗുരു നിങ്ങളുടെ രാശിയിലെ ഉള്ളിലെ ഇരുട്ട് പൊളിച്ചെഴുതി വെളിച്ചത്തിലാക്കി നിർത്തുകയാണ്. ശനിയുടെ ഭാരം മങ്ങിത്തുടങ്ങുമ്പോൾ നിങ്ങൾ നിശബ്ദമായി പറഞ്ഞ ജോസ് പ്രേയേഴ്സ്, അവയുടെ മറുപടി ഈ കാലഘട്ടം തന്നെയാണ്. നിങ്ങളുടെ രാശിയിൽ ഇപ്പോൾ നടക്കുന്ന ഗ്രഹസംയോജനങ്ങൾ വളരെ അപൂർവമാണ്. അതു സാധാരണ ഭാഗ്യനിമിത്തമല്ല, കരാർപ്പെട്ട സമ്മാനമാണത്. ജീവിതം നിങ്ങൾക്ക് നേരിട്ടു നൽകുന്ന കർത്താവിന്റെ ഉത്തരമാണ്. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മവിശ്വാസം, ആ പഴയ സ്വപ്നങ്ങൾ, വീട്ടുചുവരിനുള്ളിൽ അടച്ചുപൂട്ടിയ പ്രതീകങ്ങൾ എല്ലാം ഒരൊന്നായി ഉണരുകയാണ്. അതൊരു ആത്മീയ ഉണർവാണ്. ഇപ്പോൾ നിങ്ങളെ സത്യം തേടുന്നവരാക്കി മാറ്റുകയാണ് ബ്രഹ്മാണ്ഡം. പഴയ തെറ്റുകൾക്കു മുന്നിൽ നിന്നുകൊണ്ട് ഇനി താങ്കൾ വേദനയെ കരുത്താക്കി എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതുതന്നെയാണ് ഈ വർഷത്തിന്റെ കഥ. പാത കഠിനമാകും, പക്ഷേ അതിന്റെ അവസാനം വെളിച്ചം ആകും. പിതൃകർമ്മബന്ധങ്ങളും ദുരിതജന്മകാർമ്മങ്ങളും ഈ കാലഘട്ടത്തിൽ മുട്ടിത്തുടങ്ങും. ഒരിക്കൽ അടങ്ങിയിരുന്ന ആകാംക്ഷകൾ വീണ്ടും തെളിയും. വീടിനുള്ളിലെ സമ്പർക്കങ്ങളിലാകും ആദ്യ മാറ്റം. ഏറെ നാളായി അകന്നുപോയ ബന്ധങ്ങൾ പുതിയ രീതിയിൽ വന്നുചേരും. ആരോ ഒരാൾ തിരിച്ചെത്തും. കെട്ടുപോകാൻ തുടങ്ങുന്ന ആ മുഖം എല്ലാം മറന്നു കണ്ണുകളിലൂടെ തിരിച്ചറിയപ്പെടും. അത് ഒരു പരിഹാരത്തിന്റെ തുടക്കമായിരിക്കും. പ്രവൃത്തിയിലും അനുകൂലതകൾ വരും. ജോലിയിൽ നഷ്ടപ്പെട്ട ഗൗരവം, പഴയ വിവാദങ്ങൾ, അലക്ഷ്യമായി തോന്നിയ സാഹചര്യം എല്ലാം മറിഞ്ഞ് താങ്കൾ ആ സ്ഥിതിയിലെ മുഖ്യകേന്ദ്രമാവും. സഹപ്രവർത്തകർ ഒപ്പളഞ്ഞിരുന്നതുപോലെ തോന്നാമെങ്കിലും അവർക്കു പോലും വിഷമമുണ്ടാകും. ഇതെന്നെങ്ങനെ സാധ്യമായി എന്ന പോലെ. ആദ്യ 7 ദിവസങ്ങൾക്കുള്ളിൽ ആരോ ഒരാൾ നിന്നെ ഓർക്കും. പണ്ടെങ്ങോ താങ്കൾ സഹായിച്ച ഒരാൾ അപ്രതീക്ഷിതമായി ഒരു സന്ദേശം അല്ലെങ്കിൽ വാർത്തയിലൂടെ തിരിച്ചെത്തും. അതൊരു ദൈവി കൂട്ടിനിയുടെ വക ചിഹ്നമാണ്. ഗുരു അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു, നീ ചെയ്ത നല്ലതിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല. നിനക്ക് പണം നഷ്ടമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ എത്താനുള്ള വഴികൾ ഇപ്പോൾ തുറക്കുന്നുണ്ട്. ചില കടങ്ങൾ തീരാനും ചില പഴയ വികസനങ്ങൾ പുനരാരംഭിക്കാനും സാധ്യതയുണ്ട്. വീട്ടിലോ കുടുംബത്തിലോ ഒരാളുടെ ആരോഗ്യ പ്രശ്നം തീർന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഗ്രഹസൂചനകൾ പറയുന്നത്. ആരോഗ്യം നല്ലതാകുന്നതോടെ മനസ്സിനും ആത്മാവിനും ചെറിയ ശാന്തി മടങ്ങിയെത്തും. പക്ഷേ ഈ നാളുകളിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, അധികം ആളുകളിൽ വിശ്വാസം വെക്കരുത്. രാഹുവിന്റെയും കേതുവിന്റെയും ചലനം നിങ്ങളുടെ വാക്കുകളെ പരീക്ഷിക്കാം. ആരോടാണ് എന്ത് പറയുന്നത് എന്നതിൽ സൂക്ഷിക്കുക. ചിലർ മധുരം പറഞ്ഞാലും അതിന്റെ പിന്നിൽ വിഷമയമായ ഉദ്ദേശങ്ങൾ ഒളിഞ്ഞിരിക്കാം. ആ പരിച്ഛേദത്തിൽ മിണ്ടാതിരിക്കുക തന്നെയാണ് വിജയം. നിന്റെ കല്യാണമോ ബന്ധമോ കുറിച്ച് നിരവധി ആശയക്കുഴപ്പം ഉണ്ടാകും. ചില ബന്ധങ്ങൾ അവസാനിച്ചിരിക്കാം, ചിലത് ബിഗിനിങ് ഹൈക്ഷമിലിരിക്കും. ആ പാളികളിലൊന്നാണ് ഇപ്പോൾ മായാത കാഴ്ചയായി മുന്നിൽ. കരുതേണ്ടതില്ല, അവസാനത്തേക്കാണെങ്കിലും സത്യബന്ധം നിലനിൽക്കും. ആരെങ്കിലും താങ്കളെ പാഴാക്കി കാണിച്ചാൽ അത് വേദനവുമായിരിക്കും. പക്ഷേ ആ വേദനയിലൂടെ തന്നെ ആത്മസത്യത്തിൻ്റെതായ ബന്ധനം അറിയിച്ചു നൽകുന്നു. ഇപ്പോൾ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയല്ല താങ്കളിന്റെ സ്നേഹം, പകരം അത് അർത്ഥമുള്ളതാക്കാനുള്ള സമയമാണിത്. ഈ വർഷം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു തീരുമാനം പോലും ആത്മാവിന്റെ പ്രതികരണമായിരിക്കും. ഇത്ര ആഴം നിറഞ്ഞ കാലഘട്ടം താങ്കളുടെ ജീവിതത്തിൽ അപൂർവം മാത്രമേയുള്ളൂ. അനവധി പുറത്തുള്ള ഗതികൾ തീർന്നേക്കാം, എന്നാൽ ഹൃദയം മാത്രമാണ് ഇപ്പോൾ വഴികാട്ടുന്നത്. അതിനാൽ താങ്കളുടെ മനസ്സിലെ ശബ്ദം കേൾക്കുക. ആ ശബ്ദം തന്നെയാണ് ബ്രഹ്മാണ്ഡം നിങ്ങളോട് പറയുന്നത്. ഒരു യാത്ര ആരംഭിക്കാനിരിക്കുന്നു. ചിലർക്കത് വിദേശയാത്രയായിരിക്കും, ചിലർക്കത് ആത്മയാത്ര. നിങ്ങൾക്കുള്ള ചിന്താശക്തിയും നജരവും ഒരേ സമയം ഇരട്ടിപ്പിരിയുകയാണ്. പറയാനാവാത്ത ചില വഴി ഇപ്പോൾ തുറക്കപ്പെടും. അതെങ്ങോ അദൃശ്യലോകത്തിന്റെ സ്പർശം പോലെ തോന്നും. അടുത്ത 7 നാൾക്കുള്ളിൽ അപ്രതീക്ഷിതമായ ഒരു സംഖ്യ കാണാം. മേൽബി ഒരു സ്വപ്നത്തിൽ, മതിലിൽ, അപ്രതീക്ഷിതമായി വന്ന രേഖകളിൽ. ആ സംഖ്യയോ പ്രതീകമോ നോട്ട് ചെയ്യുക. അതു നിങ്ങളുടെ ജീവിതപാതയിലെ സൂചനയാകും. ഇത്തരം സമയം ഉണ്ടാകുന്നത് അപൂർവമാണ്. ഏറ്റവും മൗനം പാലിക്കുന്ന രാശികളിൽ ഒന്നായ നിങ്ങളെ ബ്രഹ്മാണ്ഡം തന്നെയാണ് വിളിക്കുന്നത്. ഓരോ ഉത്തരവും വൈകിയെന്നു തോന്നുമ്പോഴും അത് വൈകിയെത്തുമ്പോൾ അതിന്റെ മൂല്യം അത്രയും ഇരട്ടിയാകും. അതാണ് ഈ വർഷം നിങ്ങളെ പഠിപ്പിക്കുന്നത്. വൈകിയാലും സത്യം എത്തും. നഷ്ടപ്പെടുന്നതുപോലെ തോന്നിയതെല്ലാം തിരിച്ചുവരും. മീനം രാശിക്കാരെ, ചില സമയങ്ങൾ മനുഷ്യനെ തകർക്കാനുള്ളതല്ല, മിനുക്കിയെടുക്കാനാണ്. നിങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ സഹിച്ച നിശ്വാസങ്ങൾ, മഴയായി ചിന്തിയ കണ്ണീർ, മിണ്ടാതെ പിടിച്ച ബദ്ധങ്ങൾ, അതൊന്നും വെറുതെയായിട്ടില്ല. ഇപ്പോൾ ആ വേദനയുടെ വിത്ത് പുഷ്പിക്കാൻ പോകുകയാണ്.
അതിന്റെ ആദ്യ പുഷ്പം 2026 ഈ ഘട്ടത്തിലാണ് വിരിയും. അന്നുവരെ മങ്ങിയിരുന്ന ജീവിതം പുതുപടിയോടെ തിളങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന നിസ്സഹായമായ ചോദ്യത്തിന് ആകാശം തന്നെയാകും മറുപടി നൽകുക. ഗുരുവിന്റെ കിരണം ഇപ്പോൾ നിങ്ങളുടെ രാശിയിലേക്ക് നേരിട്ട് വീഴുകയാണ്. അത് നിങ്ങളുടെ ജന്മകാർമ്മത്തിലെ കട്ടിലേറിയ നിഴലുകളെ കത്തിച്ച് നീക്കം ചെയ്യുന്ന കരുതലായ വെളിച്ചമാണ്. മുമ്പ് തടസ്സങ്ങളായി തോന്നിയ വഴികൾ ഓരോന്നായി തുറക്കാൻ തുടങ്ങും. ബിസിനസ്സുള്ളവർക്ക് ഇത് വളർച്ചയുടെ സമയമാണ്. സ്ഥിരതയില്ലാതെ പറ്റിയ മുട്ടളമുകൾ മാറും. പണവുമായി ബന്ധപ്പെട്ടു വന്ന ഭയം മങ്ങും. പുതിയ ധനസ്രോതസ്സുകൾ, ഊർജ്ജസ്വലമായ കൂട്ടാളിത്തങ്ങൾ, പഴയ തീരുമാനം പുനർവിചാരിക്കാനുള്ള ധൈര്യം, ഇതെല്ലാം ഈ സമയം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. എങ്കിലും ഒരൊറ്റ മുന്നറിയിപ്പ്: ആ പ്രയത്നം ഫലം കാണുന്നതിന് മുന്നേ ആളുകൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും. വിലപങ്കിളികൾ, വാക്കുകൾ, സംശയങ്ങൾ. ശനിയുടെ സ്വാധീനം ഇപ്പോഴും ഭാഗികമായി നിലനിൽക്കുന്നതിനാൽ ചിലർ നിങ്ങളുടെ വിജയത്തെ സഹിക്കില്ല. അതിനാൽ വായ്മച്ച് കൂട്ടിയവരെ തിരിച്ചറിയുക. വെള്ളമുണ്ടായാൽ മാത്രമേ ചില മുഖങ്ങൾ പ്രതിഫലിക്കുമെന്നത് മറക്കരുത്. എന്നാലും നിങ്ങളെ സംരക്ഷിക്കുന്ന രഹസ്യശക്തികൾ ഇപ്പോൾ വളരെ ശക്തമാണ്. ഗുരുവിന്റെയും ബൃഹസ്പതിയുടെയും ആന്തരിക സംയോജനം നിങ്ങളുടെ അസ്തിത്വത്തെ ആത്മമായി മാറ്റുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇനി വെറും ആഗ്രഹങ്ങളായിരിക്കില്ല, അവ ലക്ഷ്യമാവുകയാണ്. ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ട വ്യക്തികൾ അപ്രതീക്ഷിതമായ തിരിച്ചുവരവുകളിൽ പ്രസിദ്ധരാകും. ഒരാൾ എവിടെയോ നിന്നുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ മടങ്ങിവരും. ആദ്യമായി കണ്ട ചടങ്ങുപോലെയായിരിക്കും ആ കാണൽ. മൗനത്തോടെ, എന്നാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ തൂങ്ങിക്കിടക്കുന്ന അപ്രതീക്ഷിതമായൊരു സന്തോഷം. അടുത്ത 12 ദിവസങ്ങൾ അതിശയകരമാണ്. അനുപയോഗിച്ച സൂചനകൾ, ആകാശം കാണിക്കുന്ന രേഖകൾ, സ്വപ്നങ്ങളിൽ വരുന്ന പഴയ ചിത്രങ്ങൾ എല്ലാം മിണ്ടാതെയുള്ള ദൈവീക സന്ദേശങ്ങളാകാം. അവയെ അവഗണിക്കാതെ സ്വീകരിക്കുക. നീലൻ പാതയിൽ നടന്നു നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായൊരു വാതിൽ തുറക്കുന്നതിനൊത്ത് പഠിച്ചിരിക്കുന്ന ഈ കാലം അത്ഭുതകരമായ യാത്രയായി മാറും. ആരോഗ്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കകൾ കുറയുന്നുണ്ട്. മുമ്പ് നീണ്ടുനിന്ന മനോവിഷമങ്ങൾ, ഉറക്കമില്ലായ്മ, തളർച്ച, ഇതെല്ലാം കുറുകുന്ന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. മനസ്തെളിയും, ശരീരം ആഴത്തിൽ ശക്തിയാർജിക്കും. ചിലർക്കിതൊരു ആത്മീയ കുഴഞ്ഞുവീഴലും ആകാം, കണ്ണീരാകാം. എന്നാൽ അതൊരു പരിഹാരത്തിന്റെ കണ്ണീർ. പഴയ പാപബോധങ്ങൾ വലിച്ചെറിയുന്ന ഘട്ടം തന്നെയാണ് ഇത്. നീണ്ടുകിടക്കുന്ന വ്യാജകേസുകൾ, പണമടക്കിയിട്ടും പഴയ തീരാനാവാത്ത വിഷയങ്ങൾ, ഇതെല്ലാം തീർന്നേക്കാം. അതിന്റെ പരിഹാരം വേദനയില്ലാതെ തന്നെ വരും. ക്ഷമിച്ചുപോയതിനാലാണ് അതിന്റെ ഫലം ഇപ്പോൾ നിന്റെ വാതിൽക്കൽ എത്തുന്നത്. നിന്റെ നിശബ്ദത തന്നെയാണ് ശക്തമായ അസ്ത്രം. ആ ശക്തി ഇപ്പോൾ കാണിക്കും അതിന്റെ ചൈതന്യം. പക്ഷേ മീനക്കാരെ, ഈ സമയത്ത് നിങ്ങൾ ചെയ്താൽ തീർച്ചയായും ലഭിക്കുന്ന ഒരു കാര്യമുണ്ട്: ദാനം. ചെറിയൊരു സഹായം. ആരെങ്കിലും നിങ്ങളോട് അപേക്ഷിച്ചാൽ മടിക്കരുത്. അതുതന്നെയാണ് നിങ്ങളുടെ ഭാഗ്യത്തെ തുറക്കുന്ന കാവൽദൂർ. ദാനത്തിനുള്ളത് പണമായിരിക്കണമെന്നില്ല. ഒരു നിശബ്ദ കരുതൽ, ഒരാളോട് കൃത്യമായി പറയുന്ന ഒരു ആശ്വാസവാക്ക്, അതൊന്നാണ് ദൈവത്തിന്റെ ഭാഷ. ഭവനപരമായ മാറ്റങ്ങളുമുണ്ട്. പുതിയ വീടോ, പുതുസ്ഥലത്തേക്കുള്ള നീക്കമോ, കുടുംബപരമായ സാഹചര്യ വ്യതിയാനമോ സാധ്യം. ആദ്യം മങ്ങിയ പ്രതീക്ഷയായിരിക്കും, പിന്നെ അത് യാഥാർത്ഥ്യമാവുമ്പോൾ അത്ഭുതമായി തോന്നും. അതാണ് ഗുരുവിന്റെ ഏകാന്തമായ കൃപ. ശരിയായ സമയത്ത് ശരിയായ ദിശയിലേക്ക് നിങ്ങളെ അയക്കുക. അതുകൊണ്ടാണ് ഈ രാശിക്ക് ഭാഗ്യം വീണ്ടും ചിരിക്കുന്നതും. ബലമായ ആത്മീയതയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള പ്രധാനാക്ഷമായ അടിത്തറ. ചോദ്യങ്ങൾക്കു പിന്നിൽ ഉത്തരങ്ങൾ തേടാതെ ആത്മാവുമായി ബന്ധപ്പെടുക. അപ്രതീക്ഷിതമായി സ്വന്തം മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ശാന്തതയുടെ തരംഗം ഒരിക്കൽ വന്നാൽ അത്ഭുതമാണ് അത്. ഗുരുവിന്റെ നോട്ടം ശരിയായ സ്ഥാനത്തെത്തിയെന്ന സൂചന. മനസ്സിൽ ഇപ്പോഴും ചില മഞ്ഞുനനവുള്ള ബന്ധങ്ങൾ ഉണ്ടാകും. ഒരാളെ മറക്കാൻ കഴിയാത്ത സ്ഥിതി. പക്ഷേ 2026 ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ തിരിച്ചുവരവ് പഴയ പോലെ ഇല്ല. ബന്ധം പുതുതായി തീരും, സത്യതയുടെ അടിസ്ഥാനത്തിൽ. ആദ്യമായി തോന്നിയ ആ വേദന അടങ്ങിയപ്പോൾ മറ്റൊരു ആഴമേറിയ സമാധാനം ലഭിക്കും. അതാണ് ഈ ബന്ധത്തിന്റെ വാസ്തവമാവുന്നത്. വ്യാജബന്ധങ്ങൾ, മിഥ്യാപ്രണയം, താൽപ്പര്യമില്ലാത്ത ബന്ധമായിരിക്കാം ചിലർക്കിപ്പോൾ അവസാനിക്കുന്നതും. അത് വേദനിക്കുവാനുള്ള കാരണമല്ല, മറിച്ചു ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. മറ്റൊരാളിനോട് അടുപ്പം കുറവായിരിക്കും, പക്ഷേ അതിനുള്ളിൽ ഒരു ദൈവീയ സാന്ത്വനം നിറയും. അപ്പുറം ഒരാൾ ഹൃദയത്തിലേക്ക് അതിശയമായി തന്നെ കടന്നുവരും, ശാന്തമായി, പക്ഷേ അമൃതം പോലെ ശുദ്ധമായ ഒരു ബന്ധമായി. വിദ്യാർത്ഥികൾക്കായി ഈ വർഷം വിജയത്തിന്റെ കാലമാണ്. എഴുതുന്ന പരീക്ഷയല്ല, അഭിമുഖങ്ങൾ, മത്സരങ്ങൾ, അപ്രതീക്ഷിതമായ അവസരങ്ങൾ എല്ലാം ശക്തമായി അനുകൂലമാകും. ആത്മവിശ്വാസമുള്ളവർക്കിത് അത്ഭുതകരമായ വിടുതൽ. പരിശ്രമിച്ചവർക്ക് ദൈവം തന്നെ ഗുണം കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം: നിങ്ങളുടെ കൃത്യമായ ലക്ഷ്യത്തു നിന്നു വിട്ടുമാറരുത്. രാഹു മിഥ്യാഭാവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ചിലർ ലക്ഷ്യം മറക്കാൻ ഇടയാകും. ആരോ ഒരാൾ നിങ്ങളുടെ സ്വപ്നത്തെ പരിഹസിച്ചേക്കാം. പക്ഷേ അതൊന്നും കേൾക്കരുത്. നീണ്ടുനിന്ന സ്വപ്നം ചിന്തയിൽ വ്യക്തമായാൽ അതിന് കരുത്തുണ്ടാകും. ആ കരുത്തിനെയാണ് ഇപ്പോൾ ഗ്രഹങ്ങൾ പിന്തുണക്കുന്നത്. പണം സംബന്ധിച്ചെന്തിനും വലിയ മാറ്റം വരുന്നു. ചിലർക്ക് വലിയ കരാറുകൾ, ചിലർക്ക് മുൻകൂട്ടിയിട്ട പ്രതിഫലം,
ചിലർക്കു ലഭിക്കാതെ കിടന്ന പിരിവ് ഏത് സ്വരൂപമാവട്ടെ അത് ഇപ്പോൾ നടക്കും. അതിന്റെ തുടക്കസൂചന നിനക്ക് ദൈനംദിന ജീവിതത്തിലെ ചെറിയ വ്യക്തതകളിൽ കാണാം. മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നീ തിരിച്ചറിയും, ഇതാ വഴിതുറങ്ങുന്നുവെന്ന്. അതുതന്നെയാണ് ബ്രഹ്മാണ്ഡം നിനക്ക് പറയുന്നു. ഗുരുതരമായ ഒരു ചിഹ്നം. മറ്റാരും അറിഞ്ഞുകൂടാ എന്നൊരു രഹസ്യപ്രാർത്ഥന നീ ചെയ്തിട്ടുണ്ടാകും. ആ പ്രാർത്ഥന കേട്ടതാണ്. ഇപ്പോൾ അതിന്റെ പ്രത്യുത്തരം അപ്രത്യക്ഷമായ രീതിയിലാകും വരിക. ചിലപ്പോൾ അത് സ്വപ്നമായിരിക്കും, ചിലപ്പോൾ മറ്റൊരാളുടെ വായിൽ നിന്നു വീണ വാക്കായിരിക്കും, ചിലപ്പോൾ ഹൃദയത്തിലൂടെ കടന്നുപോകുന്ന ഉണർവിന്റെ വിങ്ങലായിരിക്കും. എങ്കിലും ആ നിമിഷം നീ തിരിച്ചറിയും, ഇതാണ് അതിന്റെ മറുപടി. 2026 ഇത്രയും ശക്തമായ ഗ്രഹപാതങ്ങൾ ഒരുമിച്ച് വരുന്നത് വളരെ അപൂർവമാണ്. ഇത് ഒരിക്കൽ മാത്രം കാണുന്ന തരത്തിലുള്ള ആത്മീയ ഘട്ടം. ചിലർക്കിത് ജീവിതത്തിന്റെ മുഴുവൻ ദിശ മാറ്റുന്ന പ്രത്യേക സാഹചര്യമായി മാറും. ആ മാറ്റം വരുമ്പോൾ പഴയ വേദനയ്ക്കുള്ള മറുപടി വ്യക്തമായി തോന്നും. ഇതിനാലായിരുന്നു ആ കണ്ണീർ എന്ന ബോധ്യം നിനക്ക് വരും. ഇനി ജീവിതം കടന്നു പോകുന്ന വഴിയല്ല, മുന്നോട്ടു കയറുന്ന പാതയാണ്. താൽക്കാലിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പക്ഷേ അവ നിങ്ങളെ നയിക്കുന്നത് ഉയരങ്ങളിലേക്കാണ്. കടലിൽ ചെറുതരംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയാലും അതിനകത്ത് തീരത്തേക്കു എത്തിയ ആ മഹാസമുദ്രത്തിന്റെ ആഴ്ചൈതന്യം തന്നെയുണ്ട്. മീനം രാശിക്കാരെ, സമയം നിശബ്ദമായി നിങ്ങളെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിനിടയിൽ ലോകം നിങ്ങളെ മറന്നപോലെയായിരിക്കും തോന്നിയത്. എന്നാൽ ആ മറവിയുടെ അടിയിലായിരുന്നു കരുത്ത് വളർന്നത്. നിങ്ങൾക്കുള്ളിൽ അടുത്തുനിൽക്കുന്ന ഈ നവകാലഘട്ടം അത്യന്തം മഹത്തരമാണ്. ഒരു കർമ്മചക്രം അടഞ്ഞു, മറ്റൊന്നു തുറന്നു തുടങ്ങി. അതിന്റെ വാതിലിനരികിൽ നിൽക്കുന്ന ഈ നിമിഷത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ആത്മീയ മാറ്റം അനുഭവപ്പെടുക. ചിലരിൽ അനായാസമായ ധൈര്യം, ചിലരിൽ കരയാൻ പോലും കഴിയാത്ത ശാന്തത, ചിലരിൽ അനവധി സ്മരണകൾ, എല്ലാം ഒരുമിച്ച് വന്നിരിക്കും. അതാണ് ആത്മാവിന്റെ പുനർജന്മലക്ഷണം. നിങ്ങൾ ഇപ്പോൾ പഴയ ജീവിതരീതിയിൽ തുടർന്നു പോകുന്നവനല്ല, മറിച്ച് തുലോം വെളിച്ചം കൈവന്ന ആത്മാവാണ്. രാഹുവിന്റെ ചലനം നിങ്ങളുടെ ഭാവിയിൽ നിന്ന് അത്യാവശ്യമില്ലാത്ത ആളുകളെ നീക്കിക്കളയുന്നതാണ്. ആദ്യമായി അത് വേദനയായി തോന്നും, പക്ഷേ പിന്നീട് മനസ്സിലാകും, അവരില്ലായ്മ തന്നെയാണ് നിങ്ങളുടെ സമാധാനം. ചില ബന്ധങ്ങൾ നിസ്സാരമായി പൊളിഞ്ഞുപോകും, ചിലർ അകന്നുപോയതുപോലെ തോന്നും, എങ്കിലും അതാണ് വിടുതൽ. ആ വിടുതലിലൂടെ പുതിയ ആകർഷണം കടന്നുവരും. അതൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ജീവിതാവസരം. രണ്ടും ഒരേ വിധിയിൽ എഴുതപ്പെട്ടതാണ്. ശനിയുടെ അനുകൂല വീക്ഷണം ഇപ്പോൾ പതുക്കെ വീണ്ടെടുക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചത് അത്രയും ദൂരെ അല്ല. തൊഴിലും സ്ഥാനപരമായ നേട്ടങ്ങളും ഉണ്ടാകുന്ന ഘട്ടം ഇതാണ്. പലരും അത് വിചാരിക്കാതെയായിരിക്കും കാണുക, ഇവനോ ഇവളോ ഇങ്ങനെ മുന്നോട്ടു പോയി എന്ന അമ്പരപ്പോടെ. പക്ഷേ നിങ്ങൾക്കിത് ഏതെങ്കിലും കൃത്രിമത്വത്തിന്റെ ഫലമല്ല, നിരന്തര സഹനത്തിന്റെ പ്രതിഫലമാണ്. പുതിയ തൊഴിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഒരളവിന് ഭാരം തോന്നിയാലും അതാണ് നിങ്ങളുടെ പാതയെന്നു തിരിച്ചറിയുക. ചിലരെ തന്നെ ആദ്യമായി നേതൃസ്ഥാനത്തേക്ക് ഉയർത്തും. നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്കും വികാരങ്ങൾക്കും മറ്റുള്ളവർ ചെവികൊടുക്കും. ഒരിക്കൽ കേൾക്കാതെ പോയവർ ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങും. അതാണ് ഗുരുവിന്റെ ശക്തി. ആരുടെയും പിന്തുണയില്ലാതെ നീണ്ടുപോയ യാത്രയ്ക്ക് ഇനി കൂട്ടാളികൾ ഉണ്ടാകുന്നു. അവർക്കൊപ്പം നിന്നാൽ പുതിയ സംരംഭങ്ങൾ ഉയരും. ഇവയിൽ ചിലത് വിദേശബന്ധങ്ങളുമായി ബന്ധമായിരിക്കും, വാണിജ്യപരമായ വലിയ നീക്കങ്ങൾ, മറ്റേതെങ്കിലും പുതിയ കരിയർ പാതകൾ. ഇതെല്ലാം അനുകൂലമായി വന്നിരിക്കുന്ന ഘട്ടമാണ്. സാമ്പത്തികപരമായ വളർച്ച ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അനവധി പഴയ ബാധ്യതകൾ തീരുമ്പോൾ ഒരു ശാന്തിമഞ്ഞ് പരക്കും. കടം തീരുക, വിവാദങ്ങൾ അവസാനിക്കുക, അതിനോടൊപ്പം ഉത്തരവാദിത്തങ്ങളുടെ ഭാരം കുറയുക. മനസ്സു തെളിയും, വാക്കുകളിൽ ആത്മവിശ്വാസമുണ്ടാകും. ജീവിതം തെറ്റായതല്ലെന്ന്, അത് വെറും വൈകിയേ വന്നതാണെന്ന് നീ തിരിച്ചറിയും. ചിലർക്കിത് ആത്മീയ ഉണർവ് വേഗതയിൽ ഉണ്ടാക്കും. നിങ്ങൾക്ക് ചില രാത്രികൾ ഉറങ്ങാൻ പ്രയാസമുണ്ടാകും, പക്ഷേ അത് ദൈവത്തിന്റെ വിളിയാണെന്നറിഞ്ഞിരിക്കണം. അപ്രതീക്ഷിതമായി ഓർമ്മയിൽ പഴയ വേദികളിലെ ദൈവചിത്രങ്ങൾ, മന്ദിരങ്ങൾ, ഗാനങ്ങൾ, മണിച്ചെങ്ങലിന്റെ ശബ്ദം, ഓരോ താളത്തിലും സ്വപ്നാത്മകമായ കാഴ്ചകൾ. അവയെ ഭയക്കേണ്ടതില്ല. അത് നിങ്ങളുടെ ആത്മയാത്രയുടെ സംഗീതമാണ്. നിങ്ങൾ കരഞ്ഞ നിമിഷങ്ങൾ ഭഗവാന്റെ കരങ്ങളിൽ സംഗീതമായി മാറുന്നു എന്നതിന്റെ തെളിവാണ് അത്. അടുത്ത 40 ദിവസത്തേക്കുള്ള നിങ്ങളുടെ ജീവിതം അതിശയകരമായ പരിണാമങ്ങളുള്ളതാണ്. ആത്മീയമായ ബോധ്യം വർദ്ധിക്കുമ്പോൾ അതിനൊപ്പം വ്യക്തിജീവിതത്തിലും ആഴത്തിലുള്ള മാറ്റങ്ങൾ. ഒരാൾ വേർപെട്ടാൽ മറ്റൊരാൾ പ്രവേശിക്കും. ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ അതിന്റെ പിന്നിൽ ഇടതുറക്കാതെ തുറക്കും. എന്നാൽ വ്യത്യാസമൊന്നാണ്, ഈ തവണ അതിനുള്ളിൽ കള്ളമയോ ഭയമയോ ഉണ്ടാകില്ല. ഇതുതന്നെ അവസാനമായിക്കരുത്, മറിച്ച് തുടക്കമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഏറെ നാളായി കായുന്ന പ്രശ്നങ്ങൾ തീർന്നേക്കും. പിതൃപിണ്ഡ സംബന്ധമായ കാര്യങ്ങളിൽ പരിഹാരം വരും. ചിലർ ക്ഷേത്രസേവയും ദാനങ്ങളും ചെയ്യുമ്പോൾ അസാധാരണമായ ആശ്വാസം അനുഭവിക്കും. ഇതെല്ലാം നിങ്ങളുടെ പിതൃകർമ്മശുദ്ധിയുടെ തെളിവുകളാണ്. പിന്നെ വീട്ടിലുണ്ടായിരുന്ന അംഗങ്ങളിലൊരാളുടെ നില മെച്ചപ്പെടുകയും പഴയ തർക്കങ്ങൾ തീരുകയും ചെയ്യും. അത് ഒരു പുതിയ സമാധാനകാലത്തിന്റെ അരികാണ്. സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാം. അതൊരു അനുഗ്രഹകാലമാണ്. അതുപോലെ തന്നെ ചിലർക്കു ആ ആവേശം ആത്മീയമായി പ്രകടമാകും.
അവർക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ നേതൃത്വം ലഭിക്കാം. ഗുരു, ചന്ദ്രൻ, വ്യാഴം ഇവയുടെ ചേർച്ചയാൽ ആത്മീയ സൃഷ്ടിപ്രവാഹം അത്ഭുതകരമായും സ്വാഭാവികമായും ഉണ്ടാകും. ധനകാര്യസംബന്ധമായ ഭാഗ്യത്തിനു പുറമേ ഈ ഘട്ടം നിങ്ങളെ ആരോഗ്യപരമായും മാനസികമായും ശക്തമാക്കും. പഴയ വ്യസനശീലങ്ങൾ വിടാനുള്ള ധൈര്യം ലഭിക്കും. ധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പ്രകൃതിയിലൂടെയും താങ്കൾ പുതുമനുഷ്യനായി മാറും. ഇതിൽ ദൈവീകമായ ഒരു താളം ഉണ്ട്. അത് കേൾക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. പഴയ ജീവിതത്തിലെ ചില ഓർമ്മകൾ തിരിച്ചുവരും. പക്ഷേ അവയെ ഇപ്പോൾ വേദനയായി കാണാതെ അനുഗ്രഹമായി കാണുക. ആ അനുഭവങ്ങളാലാണ് നിങ്ങളെ കൂടുതൽ മനുഷ്യനാക്കിയത്. അതിനാൽ അവയ്ക്ക് നന്ദി പറയുക. ആ നന്ദിയാണ് ബ്രഹ്മാണ്ടത്തോടുള്ള ബന്ധം നിലവിലെ നിലയിൽ സ്ഥിരമായി അടുപ്പിക്കാനുള്ള ശക്തി. ഒരു കാര്യം മാത്രം ഇനി മനസ്സിൽ പതിപ്പിക്കുക: താങ്കളുടെ ജീവിതത്തിൽ വേദന അവസാനിച്ചിട്ടില്ല, അത് രൂപം മാറ്റുകയാണ്. കണ്ണീർ ഇനി ദുഃഖത്തിന്റെ അടയാളമല്ല, മറിച്ച് മോചനത്തിന്റെ അടയാളമാണ്. ആ കണ്ണീർ വീണിടത്താണ് സന്തോഷത്തിന്റെ വിത്ത് മുളയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണീരിന് ശേഷം സന്തോഷം എന്നത് വെറും വാക്കല്ല, ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യവേദം തന്നെയാണ്. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ ചിലരുടെ ജീവിതം അപ്രതീക്ഷിതമായി മറിഞ്ഞുതിരിയും. അതു നഷ്ടമായി തോന്നിയ അവസരം മടങ്ങിവരുന്നത് പോലെ ആയിരിക്കും. പഴയ പരിചയങ്ങളിലൂടെ പിറക്കുന്ന പുതിയ തുടക്കങ്ങൾ, പഴയ പ്രമേയത്തിലൂടെ ഉയരുന്ന പുതിയ ആശയങ്ങൾ. ഒരിക്കൽ താങ്കളെ തള്ളിപ്പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ ആവശ്യമുള്ളവർ ആയി മാറുക. അതാണ് കർമ്മയുടെ മഹത്തായ മറുപടി. ചിലരും അവരുടെ ജീവിതത്തിൽ അതിശയകരമായൊരു യാത്രയിലൂടെ കടന്നുപോകും. അതു വലതു ഭാഗ്യ സംയോഗത്തിന്റെ ഫലമാണ്. ആ യാത്രക്കിടയിൽ കാണുന്ന പുതിയ പ്രദേശങ്ങൾ, പുതിയ മുഖങ്ങൾ, അജ്ഞാതമായ അനുഭവങ്ങൾ എല്ലാം താങ്കളുടെ ആത്മാവിലെ പുതിയ അധ്യായങ്ങൾ. ഈ കാലം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമേയുള്ളൂ: നിശ്ചലത ഇല്ലാതെ മുന്നോട്ടു പോകുക, അനന്തതയിൽ വിശ്വസിക്കുക. നീളൻകാലമായി ഉള്ളിൽ ഒതുക്കിക്കിടന്ന ധാരാളം വികാരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ചിലപ്പോൾ കണ്ണീരായി, ചിലപ്പോൾ ചിരിയായി, ചിലപ്പോൾ ശാന്തതയായി. അത് മനസ്സ് ശുദ്ധമാകുന്ന അടയാളം തന്നെയാണ്. അതിനാൽ കരയേണ്ടി വന്നാൽ കരയുക, അതിൽ ശക്തിയുണ്ട്. ആ അശ്രു തന്നെ ആത്മാവിനെ പരിഭാഗുവിലേക്ക് നയിക്കുന്നു. ഈ ഘട്ടം നിങ്ങൾക്ക് സ്വന്തമായ ആകാശദൃശ്യമായിരിക്കും. എത്ര മേഘങ്ങൾ വന്നാലും സൂര്യൻ മറയുകയില്ല. രാഹുകേതു സാരമായി കർമ്മ സാധ്യതകൾ മാറ്റുമ്പോഴും അദ്ദേഹം മണിമുത്തായി നിങ്ങളുടെ മാർഗം തെളിയിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത മാസാന്തരങ്ങളിൽ നിങ്ങൾക്കു ആത്മവിശ്വാസം നിറഞ്ഞ തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യം ലഭിക്കും. ആ തീരുമാനങ്ങൾ ജീവിതത്തെ പൂർണ്ണമായും മാറ്റും. ഇതിനൊക്കെ മേലായി ഒരു വിസ്മയവായത് കൂടി സംഭവിക്കും. ഒരിക്കൽ പ്രവചനങ്ങളിലെയും ജ്യോതിഷക്കാരിലെയും കഥകളിലെയും ഭാഗ്യസംഭവമായിരിക്കുമെന്ന തോന്നൽ നൽകുന്ന സംഭവമൊന്ന്. അത് നിങ്ങളുടെ ജീവിതത്തെ തലകീഴായി മാറ്റുമെന്നതിൽ സംശയമില്ല. അത് ഒരു ബന്ധമായി കൂടാം, ഒരു നിലാപ്രകാശം നിറഞ്ഞ രാത്രിയാകാം, ഒരു സ്വപ്നപ്രേരിത ഉണർവാകാം. എന്തായാലും അത് സംഭവിക്കും. അതൊരു അഭൂതപൂർവമായ നിമിഷം ആയിരിക്കും. മീനം രാശിക്കാരെ, ജീവിതത്തിന്റെ ഈ പുതിയ പകരം ദിനദർശന പോലെ ഉദിച്ചുവരുന്നു. കണ്ണീർ തൂവിയ രാത്രികൾക്ക് ശേഷം ചിരിയേറിയ പ്രഭാതം എത്തുന്നതുപോലെ എത്രകാലം കടമ്പകളും വീഴ്ചകളും ഹിച്ചാലും അവസാനം വിപുലമായ പ്രകാശം മാത്രമേ മതിയാകൂ. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. 2026 വർഷം തീർച്ചയായും ഒരിക്കൽ മാത്രം അനുഭവിക്കാവുന്ന വിധിയുടെയും ലഭ്യത്തിന്റെയും വർഷം ആയിരിക്കും. ഗുരുവിന്റെയും ബൃഹസ്പതിയുടെയും വിശിഷ്ട സംയോഗം നിങ്ങളുടെ ആത്മരഹസ്യങ്ങളെ തുറക്കുന്നു. മുൻപ് അടഞ്ഞിരുന്ന പാതകളിലുള്ള തടസ്സങ്ങൾ ആദ്യമായി നീങ്ങിത്തുടങ്ങും. ആ വഴികൾ തുറക്കുന്നത് എളുപ്പമല്ല, പക്ഷേ അതിനു പിന്നിൽ ദൈവത്തിന്റെ നിശബ്ദ കരങ്ങൾ ഉണ്ട്. താങ്കൾ പലതവണ ചോദിച്ച ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഒന്നൊന്നായി ലഭിക്കും. എന്തിനാണ് എനിക്കിതെല്ലാം സംഭവിച്ചത് എന്ന ചോദ്യം ഇനി നഷ്ടബോധമായി തന്നെ തോന്നില്ല, മറിച്ച് അതിന്റെ മൂല്യം തെളിയുന്ന സമയമാകും ഇതു. ആറാട്ടിനുശേഷം നിലനിൽക്കുന്ന ആ ശാന്തമായ പുഴയെപ്പോലെ നിങ്ങളുടെ ജീവിതം തുലോം നീലപ്രകാശത്തിൽ ഉറങ്ങിത്തുടങ്ങും. മനസ്സിൽ സമാധാനം, സംഗതികളിൽ ക്രമം, ബന്ധങ്ങളിൽ രേഖത്വം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, കുടുംബം എല്ലാം തന്നെ ഉറച്ച അടിത്തറയിലേക്ക് വരികയാണ്. അതിന്റെ തുടക്കവേദി ഈ ദിവസങ്ങളാണ്. ചിലർക്കിത് ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരമായിരിക്കും. പലർക്കും തൊഴിൽ മാറ്റം, ചിലർക്കു സ്ഥാനോന്നതി, ചിലർക്ക് പുതിയ സംരംഭം. സാമ്പത്തികമായി ഏറെ നാൾ കൊണ്ടുപിടിച്ച പദ്ധതികൾ മുന്നോട്ടു ചലിക്കും. വിദേശരംഗത്തേക്കുള്ള ബന്ധങ്ങൾ അനുകൂലമാകും. ചിലർക്ക് ആ ബ്രഹ്മാണ്ടമെന്നെ കൈയിലൂടെ തന്നെ പുതിയ സ്ഥലം ലഭിക്കാം. പൂർണ്ണമായ മാറ്റം, നവജീവിതം, പുതിയ വാതിൽ. എന്നാൽ ഒരൊറ്റ കാര്യം മുന്നറിയിപ്പായി ഓർക്കണം: ഈ കാലം ശക്തിമാനായതാണെങ്കിലും അതിന്റെ ശക്തിയെ ശരിയായി ഉപയോഗിക്കണം. അതാൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ഓരോ കാര്യത്തിലും ക്ഷമയിരിക്കുക. ഓരോ മാറ്റത്തിനു മുമ്പിൽ ഹൃദയത്തിന്റെ നിശബ്ദ ശബ്ദം കേൾക്കുക. അതാണ് നിങ്ങളുടെ യഥാർത്ഥ ഗുരു. മനസ്സിലെ ചിതറലുകൾ അവസാനിക്കുന്നു. ചിലർ ഏറെ നാളായി ഒരാളുടെ അഭാവത്തിൽ വിങ്ങിത്തളർന്നിരിക്കാം. ഇപ്പോൾ ആ അഭാവം നിറയുന്നു. പൊട്ടിപ്പോയ ബന്ധങ്ങൾ, നിലച്ച സ്നേഹങ്ങൾ, അപ്രതീക്ഷിതമായ ദൂരങ്ങൾ എല്ലാം ഒരൊന്നുപോലെ വഴിയേറി മടങ്ങുന്നു. അതിനു മുന്നിൽ നിന്നു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതെല്ലാം ഒരുവിധം തിരികെ വരാനായിരുന്നു എഴുതപ്പെട്ടത്. അത് ദൈവത്തിന്റെ കളിയാണ്.
ആരോഗ്യപരമായി നിങ്ങളെ ബാധിച്ചിരുന്നതെല്ലാം കുറയുന്നു. ശരീരത്തിലെ ചൂട്, സമ്മർദ്ദം, അനിദ്ര, അലസം എല്ലാം തീരുന്ന സൂചനകൾ ആകാശത്തിൽ തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ശരീരവും ആത്മാവും തമ്മിലുള്ള സമത്വം വീണ്ടെടുക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. സന്താനകാര്യങ്ങളിലും ഉജ്ജ്വലതയുണ്ട്. ആഗ്രഹിച്ച അനുഗ്രഹങ്ങൾ, തടസ്സമായിരുന്ന പ്രതീക്ഷകൾ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു. അമ്മയും അച്ഛനും ആവാനുള്ള അവസരം, അതോ അതിന്റെ പ്രത്യാശ, എല്ലാം ഈ വർഷത്തെ അനുഗ്രഹചിഹ്നമാണ്. കുടുംബത്തിൽ സന്തോഷസങ്കല്പങ്ങൾ ഉണ്ടാകും. ആ ചിരി വീട്ടിലുടനീളം പടരും. വിദ്യാർത്ഥികൾക്കും പഠനം നടത്തുന്നവർക്കും പരീക്ഷയുള്ളവർക്കും മഹത്തായ പിന്തുണ. ഉജ്ജ്വലാസ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. പഴയ തോൽവികൾ മറികടന്ന് ആത്മവിശ്വാസം നിറഞ്ഞ വിജയം ലഭിക്കും. ഇതുവരെ ഉറപ്പില്ലാതിരുന്ന ലക്ഷ്യങ്ങൾ തൊടാൻ കഴിയുന്ന സമയം. നിങ്ങളുടെ ഉന്മേഷം, മനസ്സിന്റെ തെളിമ, അനുകൂലത എല്ലാം പ്രവർത്തിക്കുന്നത് ഗുരുവിന്റെ ഭാഗ്യകിരണമായി. ഏറെക്കാലം ആത്മാവിലാക്കി സൂക്ഷിച്ച ഒരു സ്വപ്നം വീടാകും. വാഹനം, വസ്ത്രം, തികച്ച ജീവിതമായ ലക്ഷ്യം, അതിന്റെ രൂപം ഈ വർഷം വരും. ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ തോന്നും, ഇതൊക്കെ യഥാർത്ഥമോ എന്നതിന് ഉത്തരം കണ്ണീരായി വരും. സന്തോഷത്തിന്റെ കണ്ണീർ. ആ കണ്ണീർ വീഴുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വീണ്ടും അർത്ഥം ലഭിക്കും. ഈ വർഷം അതിനായാണ് തിരഞ്ഞെടുത്തത്. ഗ്രഹങ്ങൾ ഇപ്പോൾ ഇടതുപാളിയിൽ നിന്നു വലതുവശത്തേക്ക് പൂർണ്ണമായ നിലയിലേക്ക് തിരിയുന്ന ഘട്ടത്തിൽ. അതുവഴി താങ്കൾക്ക് ലഭിക്കുന്നത് അനന്തമായ സംരക്ഷണം, ഭാഗ്യം, ആത്മസ്ഥിരത. അതിലൂടെ കൂടുതൽ ആത്മീയ ബന്ധങ്ങളെയും കരുണയെയും നിത്യതയെയും തിരിച്ചറിയും. ദൈനംദിനമായി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വിശുദ്ധമായ ദൈവസേവയായി മാറും. ഈ വർഷം നിനക്കുള്ളത് ഒരു വിയർപ്പിന്റെ അനുഗ്രഹമാണ്. ഏറെ വേദനയിലൂടെ നേടിയ പാഠങ്ങൾ ഇനി പുഷ്പമായി വിരിയുന്ന കാലം. ഓരോ കണ്ണീരും ഇപ്പോൾ പൂന്തോട്ടത്തിലെ തുള്ളികളാണ്. ഓരോ പോരാട്ടവുമാണ് വിജയം. അതിനാൽ ഈ വർഷം ആവർത്തിച്ചു പറയണം, എന്റെ അവകാശം സന്തോഷമാണ്. അത് ഉറപ്പോടെ പറയുക. അതാണ് 2026 മന്ത്രം. ചിലർ രാത്രി ഉറങ്ങുമ്പോൾ ആവശ്യമായല്ലാത്ത ഓർമ്മകൾ വരാം. അവയെ ഭയക്കരുത്. അതിനകത്ത് മായമായ ദർശനങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായി ഏതെങ്കിലും ദൈവചിഹ്നം, വാസ്തുവിൽ നിന്നുമുള്ള ഒരു സ്വപ്ന സന്ദേശം, സംഗീതത്തിനിടയിൽ കേൾക്കുന്ന നിങ്ങളോട് മാത്രം പറയുന്ന ഒരു ചെറുവാക്ക്, ഇവയെ എല്ലാം ശ്രദ്ധിക്കുക. അതെല്ലാം ആത്മാവിന് നേരിട്ട് വരുന്ന ദിവ്യ മാർഗനിർദ്ദേശങ്ങളാണ്. ഇത്ര അടുപ്പമുള്ള ആത്മബന്ധം കിട്ടുന്ന കാലം അപൂർവമാണ്. ചിലർക്ക് തീർത്തും വിപരീതമായി തീരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പഴയ പ്രതിച്ഛായ മാറും. ജീവിതം പുതുതായി തുടങ്ങും. അതെ, അതൊരു സംബന്ധമായ പൂർണ്ണമായ ജന്മമാറ്റമാണ്. ഒരിക്കൽ അടഞ്ഞ വാതിലുകൾ ഒന്നു തുറന്നാൽ ആ പ്രസരം മടങ്ങിത്തിരിയില്ല. അപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുക, സന്തോഷം വേദനയുടെ മറുവശത്താണെന്ന്. ഇപ്പോൾ ആത്മസമാധാനത്തേക്കുള്ള വഴികൾ തുറക്കുന്നു. ദാനം, പ്രാർത്ഥന, ശുചിത്വം, സത്യവാചനം ഇവയാണ് ഗ്രഹങ്ങൾ നിർദ്ദേശിക്കുന്നത്. ആരെങ്കിലും സഹായം ആവശ്യപ്പെടുന്നിടത്ത് വിരൽമുന്നിൽ നിന്നുകൊണ്ടോ പുണ്യമായി എന്തെങ്കിലും ചെയ്തു തിന്മ കളയുക. ഈ പ്രവർത്തനം തന്നെ ഇനി വരുന്ന വർഷങ്ങളിലെ നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കും. വേള കഴിഞ്ഞു, എന്നാൽ വെളിച്ചം ഇപ്പോഴുടെ ആരംഭത്തിലാണ്. കല്ലറയിൽ നിന്നു പുഷ്പം വിരിയുന്നത് പോലെ ഒരു കാലം തീർത്തും പുനർജനിക്കുന്നു. അതിനർത്ഥം നിങ്ങളുടെ ജന്മത്തിന്റെ എല്ലാ വേദനകൾക്കും ഇപ്പോഴാണ് ഉത്തരം ലഭിക്കുന്നത്. ഒരിക്കൽ പാത മങ്ങിയിരുന്നവർക്ക് ഇപ്പോൾ നിഴൽ മാത്രം മറയും, പിന്നെ പൂർണ്ണ വെളിച്ചം മാത്രം. മീനം രാശിക്കാരെ, നിങ്ങളെക്കുറിച്ചെഴും ദിയവിധി ഇനി സന്തോഷത്തിന്റെ ഭാഷയിലാണ്. കണ്ണീരക്ഷരങ്ങൾ വായിച്ച് സന്തോഷത്തിന്റെ അക്ഷരങ്ങൾ എഴുതുന്ന പുതിയ അധ്യായം തുടങ്ങിക്കഴിഞ്ഞു. അതിനാൽ ഇനി ജീവിതം വേദനയാകരുത്, അത് മോക്ഷം തന്നെ. ഈ വർഷം നിങ്ങൾക്ക് കണ്ണീരിന് ശേഷമുള്ള ആ മറക്കാനാവാത്ത സന്തോഷം നൽകും. അത് കരുത്തായിരിക്കും, അത് ഓർമ്മയായിരിക്കും, അത് നിത്യമായിരിക്കും. നിനക്ക് മാത്രമായി എഴുതപ്പെട്ട ഒരു സന്ദേശം ആകാശം ഇപ്പോൾ ചൊല്ലിയിരിക്കുന്നു. നീ കരഞ്ഞതുകൊണ്ടല്ല നിനക്ക് ഭാഗ്യം കിട്ടിയത്, നീ വിശ്വാസം വിട്ടുപോയില്ലതുകൊണ്ടാണ്. അതാണ് ഈ വർഷത്തിന്റെ സത്യവാക്യം. അതുകൊണ്ട് തന്നെ നീ എത്ര ചിരിച്ചാലും ആ കണ്ണീരിനുള്ള ഹൃദയശുദ്ധി നിലനിൽക്കും. അതാണ് പ്രകൃതി നിനക്കു നൽകുന്ന ശ്രേഷ്ഠത. നിശ്ചലമായ ആകാശം, മന്ദമായ കാറ്റ്, തിരമാലയുടെ നീരാളി ഇവയൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കരുണാഭാവം കൊണ്ട് മൃദുവായിരിക്കുന്നു. 2026 മീനം രാശിക്കാരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ മഹായുഗമാകും. ആ വർഷം നിനക്ക് സമ്മാനമായി വരുന്നത് സമാധാനമുള്ള ജീവിതം, ശാന്തമായ മനസ്സ്, ഉറപ്പുള്ള ലക്ഷ്യം, വിശ്വാസമുള്ള ഹൃദയം. ഇതോടെ ഈ പ്രവചനത്തിന്റെ അവസാനരേഖ എഴുതാം. എന്നാൽ അതിന്തിരിച്ച് അനവധി അനുഗ്രഹങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഈ ശബ്ദം അവസാനിക്കുമ്പോഴും അത് നിങ്ങളുടെകത്തിലെ ഹൃദയത്തിൽ നിശബ്ദമായി മുഴങ്ങട്ടെ. സന്തോഷം വരുന്നു. അതു നിന്റേതാണ്. ഒന്നും തടയാനാവില്ല. അത് കർമ്മമല്ല, അത് അനുഗ്രഹം. കണ്ണീരിനു ശേഷമെത്തുന്ന ആ ദിവ്യസന്തോഷം ഈ വർഷം നിന്റെ കൈകളിൽ തന്നെയാണ്. ആ വഴിയിലൂടെ നീ നടന്നാൽ നിന്റെ പേര് വെളിച്ചമാകും. നിന്റെ നാദം ആത്മസംഗീതമായിരിക്കും. നിന്റെ ജീവിതം അതേ കണ്ണീരിനു ശേഷമുള്ള സന്തോഷത്തിന്റെ പര്യായം. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നെ രക്ഷിക്കുന്നു, അനുഗ്രഹിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു ദൈവം തന്നെയാണ്. ആത്മസ്നേഹത്തോടെ. സമാധാനത്തിന്റെ വർഷം താങ്കളുടേത് തന്നെയാണ്. കണ്ണീരിന് ശേഷമുള്ള സന്തോഷത്തിന്റെ കാലം. 2026